എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നൽകാനുള്ള അവസരം ജൂലൈ 10 അവസാനിക്കും. ഇതുവരെ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, അതുപോലെ മെറിറ്റ് കോട്ട എന്നിവയിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ നൽകാതെ ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച കോഴ്സിൽ താല്പര്യമില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുകയാണെങ്കിൽ പുതിയ ഓപ്ഷനുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷൻ നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് 20 ഓപ്ഷൻ വരെ വിദ്യാർത്ഥികൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേക്കൻസി പൊസിഷൻ ഈ ഒരു വെബ്സൈറ്റിൽ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് എങ്ങനെ അപേക്ഷ നൽകാം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും ഡൗട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള സംബന്ധിച്ചുള്ള സംശയം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ കോളേജും അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൽ ഓരോ വിഭാഗത്തിലും എത്ര വീതം സീറ്റുകൾ വേക്കൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 41 പേജ് ഉണ്ട്. മൊത്തമായിട്ട് നോക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് കോളേജസ് കാണിച്ചു തരാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് കോളേജ് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ എത്ര വീതം സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നത്, അതായത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുവരെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഓൾറെഡി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അതായത് ആദ്യമായിട്ട് ഈ ഒരു അപേക്ഷ നൽകുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ വഴിയും അല്ലെങ്കിൽ ഓൾറെഡി അപ്ലൈ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ലോഗിൻ ചെയ്തുകൊണ്ടാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു അപേക്ഷ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ്, അതായത് 20 കോളേജസ് ആണ് കൊടുക്കാൻ പറ്റുക. വേക്കൻസി ഒക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. കാരണം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു PDF നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതായത് ഈ ഒരു അഡ്മിഷൻ കേരള, അതുപോലെ തന്നെ FIUGP. അപ്പോൾ ഈ ഒരു PDF അതായത് ഈ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നിങ്ങൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹൗ ടു രജിസ്റ്റർ 2024 എന്ന് പറഞ്ഞുള്ള ആ ഒരു PDF കിട്ടുകയും സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് 20 ഓപ്ഷനുകളാണ് നൽകാൻ സാധിക്കുക. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകിയാൽ അവർ പ്രൊഫൈലിൽ മുൻപ് നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ ക്യാൻസൽ ആവുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പുതുതായിട്ട് നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ നൽകാത്ത പക്ഷം ഇവർ മുൻ അലോട്ട്മെൻറ്റിൽ നൽകിയ എല്ലാ ഓപ്ഷനുകളും ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ അഡ്മിഷനുള്ള എല്ലാവർക്കും അതായത് നിലവിൽ രജിസ്ട്രേഷനുള്ള എല്ലാവർക്കും പുതിയ ഓപ്ഷനുകൾ ചേർക്കൽ, റീവാലുവേഷൻ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തൽ, കാറ്റഗറി മാറ്റം തുടങ്ങിയ എല്ലാ തിരുത്തലുകൾക്കും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് ഏതൊരു വിധത്തിലുള്ള തെറ്റും തിരുത്താൻ സാധിക്കും. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷനിൽ തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് വിവരങ്ങളിൽ മാത്രമേ മാർക്ക് വർധനവ് അല്ലെങ്കിൽ സ്പെഷ്യൽ വെയിറ്റേജ് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു വിദ്യാർത്ഥികളുടെ മറ്റുള്ള തിരുത്തലുകൾക്ക് സർവ്വശാലയുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് അതായത് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷനിൽ തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക വിവരങ്ങളിൽ മാത്രമേ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികളുടെ മറ്റുള്ള തിരുത്തലുകൾക്ക് സർവ്വശാലയുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റിൽ ഫീസ് അടക്കാതെ അലോട്ട്മെൻറ്റ് റദ്ദായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം 3ാം ഘട്ട അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാതെ അഡ്മിഷൻ നഷ്ടമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. ഈ ഒരു വിദ്യാർത്ഥികളുടെ പുതുതായിട്ട് നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുള്ളൂ.
അതുപോലെ തന്നെ നിലവിൽ സ്ഥിര പ്രവേശനത്തിന് അഡ്മിഷൻ, അതായത് സ്ഥിര അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷനുകൾ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താല്പര്യമുള്ള പക്ഷം വിദ്യാർത്ഥികൾ ഇതിലേക്ക് പരിഗണിക്കുന്നതിനായിട്ട് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അതായത് നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു കോഴ്സിലേക്ക്, അതായത് മറ്റൊരു കോളേജിലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്കായിട്ട് നിങ്ങൾ വീണ്ടും പുതിയതായിട്ട് ഓപ്ഷനുകൾ കൊടുക്കണം. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷനുകൾ നൽകുന്ന പക്ഷം പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുൻ അഡ്മിഷനിൽ തുടരാൻ സാധിക്കുന്നതായിരിക്കില്ല. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാത്ത പക്ഷം 2 അഡ്മിഷനും നഷ്ടപ്പെടുന്നതായിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ നിങ്ങൾ നിലവിൽ നേടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾ പങ്കെടുക്കാനായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിൽ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ TC വാങ്ങി ഈ ഒരു പുതുതായിട്ട് ഈ ഒരു സപ്ലിമെൻ്ററിയിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള അഡ്മിഷൻ ക്യാൻസൽ ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ പ്രൊഫൈലിൽ തിരുത്തൽ വരുത്തൽ, അതുപോലെ അലോട്ട്മെൻറ്റിലേക്ക് വീണ്ടും പരിഗണിക്കൽ എന്നിവ ആവശ്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിനായിട്ട് സർവകലാശാലയിൽ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ഒരു തീയതിക്കുള്ളിൽ തന്നെ സ്വന്തമായിട്ട്, അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രസ്തുത മാറ്റങ്ങൾ വരുത്തി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താല്പര്യമുള്ള പക്ഷം അതിലേക്ക് പരിഗണിക്കപ്പെടുന്നതിലേക്കായിട്ട് പുതുതായിട്ട് വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ തിരുത്തലുകൾ വരുത്തിക്കഴിഞ്ഞാൽ പുതുതായി നൽകിയ ഓപ്ഷനുകൾ അതുപോലെ മാറ്റങ്ങൾ അപേക്ഷയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതും അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് തുടർ ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതും ആണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ, നിലവിൽ സ്പോർട്സ് കോട്ട രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് സ്പോർട്സ് കോട്ട അഡ്മിഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ സ്പോർട്സ് കോട്ട അപേക്ഷ, അതായത് രജിസ്ട്രേഷൻ ഉള്ളവർക്കും സർട്ടിഫിക്കറ്റുകൾ റിജക്റ്റ് ആയ വിദ്യാർത്ഥികൾക്കും പുതിയ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒന്നാം സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് അവസാനിച്ച ശേഷം ഒഴിവ് നിലനിൽക്കുന്ന പക്ഷം ഈ ഒരു വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതായിരിക്കും. മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി പ്രൊഫൈൽ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പ്രിൻ്റ് ഔട്ടുമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടാനായിട്ട് നിങ്ങൾക്കൊരു ID വേണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യും. അതിനുശേഷം അടുത്തുള്ള മാനേജ്മെൻറ്റ് കോളേജിൽ എവിടെയാണോ അഡ്മിഷൻ എടുക്കേണ്ടത് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾക്ക് ജൂലൈ 10 വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല. വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.